അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം പറ മക്കളെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോമിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സുഖസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്തോത്രം ചെയ്യും. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവെ, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. 40 വർഷം ഞാൻ അർപ്പിച്ച കൃപാന്റെ യുഗതിയാൽ കൃപാസ്ഥാനത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട മാതാവിന്റെ മാധ്യസ്ഥ കർത്താവെ, അപചാരിതവും ആകസ്മികമായ അപകടങ്ങൾ, തൊഴിലുമായി ബന്ധപ്പെട്ട് വരുന്ന അപകടങ്ങൾ, അതെല്ലാം അങ്ങയുടെ മക്കളെ അങ്ങ് പരിപൂർണമായി സംരക്ഷിക്കണമെന്ന് യേശുനാമത്തിൽ പ്രാർത്ഥിക്കുന്നു. കർത്താവ്, അന്ധന് കാഴ്ച നൽകിയവനെ, ചെകിടിന് കേട് നൽകിയവനെ, ഊമന് സംഭാഷണ ശക്തി നൽകുവനെ, ബഹുരോഗ്യപ്പെടുത്തിയവനെ, തളർവാരോഗ്യപ്പെടുത്തിയവനെ, മരിച്ചവനെ ഉയർപ്പിച്ചവനെ, കർത്താവേ, നിന്റെ തിരുനാമം സ്തുതി പറയുന്നു. ഈ പ്രാർത്ഥന ചെല്ലുന്ന ഇടങ്ങളിൽ എല്ലാവരും രോഗികൾ കർത്താവിൻ്റെ നാമത്തിൽ ആശ്വസിക്കുകയും സൗഖ്യമാകുകയും ചെയ്യട്ടെ. കർത്താവേ, സമാധാനമില്ലാത്ത കുടുംബങ്ങൾ, ഭാര്യ ഭർത്താക്കന്മാർ അകന്ന് താമസിക്കുന്നവർ, കർത്താവെ, പരസ്പര സ്നേഹമില്ലാതെ കഴിയുന്നവരെ, ജീവിതം തന്നെ ഭാരമായി തോന്നുന്നവർ, മനസ്സിന് നിരാശ ജീവിക്കുന്നവർ, തൊഴിൽഭാരമില്ലാത്തവർ, തൊഴിൽഭാരത്തോടെ ജീവിക്കുന്നവർ, കർത്താവെ, ഒരു തീരുമാനമെടുക്കാൻ പറ്റാത്തവർ, അവർക്ക് ഇന്ന് 12 മണിക്കൂറിൽ തീരുമാനമെടുക്കാൻ കർത്താവിൻ്റെ നാമത്തിൽ ഞാൻ അവരെ ആശീർവദിക്കുന്നു. കർത്താവെ, ജീവിത മാർഗങ്ങൾ അറ്റുപോയവർ, മുട്ടിപ്പോയവർ, സാമ്പത്തിക ബാധ്യതകളായും ജീവന നടപടികളായും ഭീഷണീയമായ സാഹചര്യം ജീവിക്കുന്നവരെ, കർത്താവെ, മക്കളില്ലാത്തവരെ, കർത്താവെ, ഓരോരോ കാര്യങ്ങൾക്ക് വേണ്ടി
ആ ലക്ഷ്യം നേടാൻ വേണ്ടി രാത്രിയും പകലും പ്രാർത്ഥിച്ചും ഉടമ്പടി ചെയ്തും ഉടമ്പടി കാര്യങ്ങൾ നിർവഹിച്ചുമൊക്കെ ജീവിച്ചു പോകുന്നവർ കർത്താവെ അവരെല്ലാം ആശീർവദിക്കണം പ്രാർത്ഥിക്കുന്നു. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുരിശിൻ്റെ അടയാളത്തിൽ യാത്രക്കാരെ ആശീർവദിക്കുന്നു, ഇൻ്റർവ്യൂ ഉള്ളവരെ ആശീർവദിക്കുന്നു, പരീക്ഷക്കാരെ ആശീർവദിക്കുന്നു, പരീക്ഷ റിസൾട്ട് പ്രതീക്ഷിക്കുന്നവരെ ആശീർവദിക്കുന്നു. ഉന്നതമായ റിസൾട്ടിനാൽ കർത്താവ് നിന്നെ ആശീർവദിക്കട്ടെ, നിന്നെ അനുഗ്രഹിക്കട്ടെ. ഉപരിപഠനത്തിനും ഉപരി ജോലിക്കും ഉപരി യാത്രയ്ക്കും വേണ്ടിയുള്ള എല്ലാ അനുഗ്രഹങ്ങളും കർത്താവ് നിന്നിൽ വർഷിക്കട്ടെ. നിത്യം പിതാപുത്രനും പരിശുദ്ധാത്മാവായ സർവീശ്വര എന്നേക്കും ആമേൻ. നമ്മൾ ഇന്ന് നോക്കുന്ന വചനം എന്ന് പറയുന്നത്, അവിടുന്ന് നിന്നെ കൈപിടിച്ച് നടത്തും. യെശയ്യാ 42:6. ഞാനാണ് കർത്താവ്, ഞാനാണ് കർത്താവ്, ഞാൻ നിന്നെ നീതി സ്ഥാപിക്കാൻ വിളിച്ചു, ഞാൻ നിന്നെ നീതി സ്ഥാപിക്കാൻ വിളിച്ചു, ഞാൻ നിന്നെ കൈക്ക് പിടിച്ച് നടത്തി സംരക്ഷിച്ചു. കൈക്ക് പിടിച്ച് നടത്തി സംരക്ഷിച്ചു. എൻ്റെ പ്രിയപ്പെട്ടവരെ, എന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ, ദൈവം പറയുന്നത് എല്ലാം കറക്റ്റാണ്. എല്ലാ കാര്യങ്ങളും ദൈവം ചെയ്യുമെന്നാണ് പറയണത്. നമ്മളായിട്ട് ചെയ്യാൻ നിൽക്കേണ്ട. നീ എൻ്റെ മുമ്പാകെ ഉണ്ടാകണം, വിശുദ്ധി പാലിക്കണമെന്ന്. ഇപ്പോൾ ഉൽപ്പത്തി 17:1 എപ്പോഴും നമ്മൾ പറയത്തില്ലേ, നീ എൻ്റെ മുമ്പാകെ ഉണ്ടാകണം, വിശുദ്ധി പാലിക്കണം, വിശുദ്ധനായിരിക്കണം. അപ്പോൾ അത് ഈ കൈക്ക് പിടിച്ച് നടത്തുമെന്ന് തമ്മിൽ വ്യത്യാസമുണ്ട്. ദൈവം നമ്മുടെ കൈയെ പിടിക്കുമ്പോൾ നമ്മുടെ കൈ രക്തപങ്കിലമായിരിക്കരുത്. ദൈവത്തിന് കയറി പിടിക്കാൻ പറ്റിയ കൈ ആയിരിക്കണം. ദൈവം കൈക്ക് പിടിച്ച് നടത്തും, പക്ഷെ അതിൻ്റെ അകത്ത് വരുന്ന പ്രീസപ്പോസിഷൻ എന്താണ്, നമ്മുടെ കൈകൾ ദൈവത്തിന് കയറി പിടിക്കാൻ പറ്റിയതായിരിക്കണം. അതുകൊണ്ടാണ് ഉടമ്പടിയിൽ ചെയ്ത എബ്രാഹത്തിനോട് ദൈവം പറയണത്, നീ വാഗ്ദാനം നടക്കുക നിനക്ക് തരും, അത് എൻ്റെ പരിധിപ്പെട്ട കാര്യങ്ങളാണ്. നിൻ്റെ പരിധിപ്പെട്ട കാര്യമുണ്ട്, എന്താണ്, നീ എൻ്റെ മുമ്പാകെ ഉണ്ടാകണം, വിശുദ്ധി പാലിക്കണം എന്നൊക്കെ പറയും. അപ്പം അതിൻ്റെ വരുന്ന വിഷയം വെച്ചാൽ, ഞാൻ നിന്നെ കൈക്ക് പിടിച്ച് നടത്തുന്ന പറഞ്ഞാൽ, നീ എൻ്റെ കൈ രക്തപങ്കിലുമാണെങ്കിൽ എങ്ങനെ ദൈവം കയറി പിടിക്കാൻ പറ്റത്തില്ല. അപ്പം നമ്മൾ ദൈവത്തിൻ്റെ കൂടെ ദൈവം നമ്മുടെ കൈക്ക് പിടിക്കാൻ പറ്റുന്ന രീതിയിൽ ഒരു പരുവപ്പെടലുണ്ട്. ദൈവത്തിൻ്റെ വചനങ്ങൾക്കൊക്കെ വിധേയപ്പെട്ട്. ഇപ്പം പണ്ടേ ഞാനൊരു അച്ഛനെ പരിചയപ്പെട്ടു. അച്ഛൻ്റെ മേടിൽ ചെന്നപ്പോൾ അച്ഛനെ വിളിപ്പിച്ചതാണ്. കാര്യം വെച്ചാൽ പണ്ടത്തെ കൃപാസനം പത്രമുണ്ടേ, 2001 അത് 4 പേജേ ഉള്ളു. അപ്പം അതിൻ്റെ അകത്ത് അന്നിരുന്നൊരു ബ്രദറാണ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ പെന്തക്കോസ്ത ദിവസം വന്നപ്പോൾ ഞാനൊരിടത്ത് പ്രസംഗിച്ചുകൊണ്ട് നിൽക്കുകയാണ്. ഞാനവിടെ ഇരിക്കുകയാണ് എന്തുവാണ്. അപ്പം ഒരു പ്രാവ്, കമ്പ്യൂട്ടറിൽ നിന്നൊരു പ്രാവ് എടുത്തിട്ട് ഈ ബ്രദർ എൻ്റെ തലയുടെ മുകളിൽ പ്രാവിനെ കാണിച്ച ചിത്രം കൃപാസനത്തിൻ്റെ ഫ്രണ്ട് പേജിൽ വിട്ട്. ബ്രദർ ഒരു ആർട്ട് വർക്ക് ചെയ്തതാണ്. ഈ അച്ഛനെ കൊണ്ടുപിരികി എന്നെ വിളിച്ച്. എന്നെ ഞാൻ പറഞ്ഞു, ഇതെന്താ നീ ആൾക്കാരുടെ മുമ്പിൽ ഇങ്ങനെ ദീപത്തെയും കളിക്കുകയാണെന്നൊക്കെ ചോദിച്ചു. ഞാനൊന്നും മിണ്ടിയില്ല. സാറിന് ഇങ്ങനെ അവരവരുടെ വ്യൂസ് പറയുമ്പോൾ എന്തുമാത്രം വിമർശനങ്ങളിലൂടെയാണ് നമ്മൾ വന്നത്. എപ്പോഴും ഞാനൊരു നിലപാടെടുക്കത്തുള്ളൂ. വെറുതെ ആവശ്യമില്ലാതെ എനർജി ഒന്നും ഇങ്ങനെയുള്ള കളയത്തില്ല. അപ്പം ഞാൻ അച്ഛനോട് പറഞ്ഞു, അച്ഛൻ ഞാനത് അറിഞ്ഞിട്ടില്ല കേട്ടാ, അത് ഈ ഓഫീസിൽ ചെയ്യണ കാര്യങ്ങളൊക്കെയാണിത്, അങ്ങനെ അവർ ചിന്തിച്ച് കാണുകയില്ല, പ്രാർത്ഥനാപൂർവമായിട്ടുള്ള ഒരു കാര്യമായിട്ട് അച്ഛൻ എടുത്താൽ മതി എന്നൊക്കെ പറഞ്ഞ്. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ അച്ഛന് മേച്ചപ്പുറത്ത് ഒരു സാധനം ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. എന്താണെന്നറിയാമോ, ഇവിടെ ഇങ്ങനെ, അതാണ് എഴുതി വെച്ചിരിക്കുന്നത്. അപ്പോൾ അത് ഞാനെങ്ങനെ അറിയാത്ത, ഞാനത് വായിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഈ അച്ഛനിരുന്ന വേറൊരു പള്ളി ഞാൻ അതിനുശേഷം പാരിഷ് പ്രീസ്റ്റായി. അപ്പോൾ ആ പള്ളിയിൽ നിന്ന് നടത്തണം ഈ അച്ഛനായിരുന്നു. അപ്പോൾ അവിടെ ചെല്ലുമ്പോൾ ഈ അച്ഛനെക്കുറിച്ച് ഭയങ്കര വിമർശനമാണ്. ആ അച്ഛനടുത്ത് ഞങ്ങൾ കല്യാണത്തിന് പോകുമ്പോഴാ, വേദപാഠത്തിന് പോകുമ്പോഴാ, കണക്ക് തീർക്കാൻ പോകുമ്പോഴാ, അങ്ങനെ പള്ളി പണിയിരിക്കും, ഇഷ്ടിക അതുപോലെ തന്നെ സിമെൻറ്റൊക്കെ കോരിക്കൊണ്ട് ആത്മാർത്ഥമായിട്ട് കഷ്ടപ്പെടുന്ന അച്ഛനാണേ. പക്ഷേ അത് പള്ളി പണിയാനൊക്കെ പുള്ളി തന്നെ കൂടും. അങ്ങനെ കുറേ നല്ല സ്വഭാവങ്ങളൊക്കെ ഉള്ള ആളാണ്. പക്ഷേ നമുക്കറിയാമല്ലോ, പൗരോഹിത്യം എന്ന് പറയുന്നത് സിമെൻറ്റ് കുഴക്കാൻ വേണ്ടിയുള്ള അല്ലല്ലേ, മാത്രമല്ല അതുകൊണ്ട് വേണമെങ്കിൽ ഒരു രസത്തിനെ കൂടാമെന്നല്ലാതെ അത് മെയിനല്ല. അതിൻ്റെ അകത്ത് കർത്താവ് നമ്മളെ സിമെൻറ്റ് കുഴക്കാൻ വിളിച്ചല്ലല്ല. അപ്പോൾ എല്ലാത്തിനൊക്കെ ഓരോ ലക്ഷ്യങ്ങളില്ലേ. ഈ ആൾക്കാർ വരുമ്പോൾ ഇവർ ആട്ടി ഓടിക്കും. എന്ന് പറയും വൈകുന്നേരം വരാൻ പറയും, ഇങ്ങനെ പണി തീരുമ്പോൾ വരാൻ പറയും. അപ്പോൾ അവർക്ക് ചിലപ്പോൾ ഒക്കത്തില്ല, പിന്നെ ഭയങ്കര ഇഷ്യൂ ആകും. ഇങ്ങനെ വേറെ ഇറിറ്റേഷൻസ് ഉണ്ടാക്കും.
അപ്പോൾ എന്താ പ്രശ്നം, ചിലർക്ക് ഒരു നിലപാടാണ്, അവരുടെ ഒരു പ്രയോറിറ്റി കഴിഞ്ഞിട്ട് മാത്രമേ ഇവിടെ ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റത്തുള്ളൂ, മനസ്സുണ്ടെങ്കിൽ സ്വീകരിച്ചാൽ മതി എന്നുള്ള രീതിക്കല്ലേ. ഇങ്ങനെ ദൈവത്തിനടുത്ത് പറ്റത്തില്ല. ഞാനിങ്ങനെ എന്ത് വചനമായാലും ശരി, ഞാനിങ്ങനെ പോകത്തുള്ളൂ എന്ന് പറയാൻ പറ്റത്തില്ല. ഉടമ്പടി ചില അണ്ണന്മാർക്ക് പറ്റിയിരിക്കണതാണ്. ഉടമ്പടി എടുത്തെങ്കിലും ഇവിടെ ഇങ്ങനെ എന്ന് പറയും. എന്താണ്, ഏത് ഉടമ്പടിയായാലും ഞാനിങ്ങനെയൊക്കെ എനിക്കിങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞു അവരാണ് ഉടമ്പടിയിൽ പണി മേടിക്കുന്നത്. അതൊക്കെ വെറുതെ വെളുക്കാത്തൊക്കെ ഉണ്ടാക്കുകയാണേ, ചെയ്യാൻ പറ്റത്തില്ല. ഇവിടെ ഞാൻ നിൻ്റെ കൈക്ക് പിടിക്കുമെന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം എന്താണ്? നിൻ്റെ കൈ എനിക്ക് പിടിക്കാൻ പറ്റിയ രൂപത്തിലായിരിക്കണം എന്നല്ല എൻ്റെ അർത്ഥം. ദൈവത്തിനെ നമ്മുടെ കൈയൊക്കെ ഞാൻ നിൻ്റെ കൈക്ക് പിടിച്ച നടത്തിച്ചാൽ ദൈവം ഇപ്പം ഇപ്പം നിങ്ങൾ കൃപാസനത്തിൽ വരുന്നവരല്ലേ, അപ്പോൾ കൃപാസനം വരുമ്പോൾ കൃപാസനം എങ്ങനെ ഇവിടം വരെ എത്തിയെന്ന് നോക്കണം. ദൈവം കൈക്ക് പിടിച്ച് നടത്തിയതാണ്. കൈക്ക് പിടിക്കാവുന്ന രീതിയിൽ ഇപ്പം എൻ്റെ ജീവിതത്തിലൊരു പ്രശ്നമുണ്ടായി. എനിക്ക് അന്ന് കൊച്ചച്ഛനാകുമ്പോൾ അച്ഛനായിട്ട് ചിലപ്പോൾ ഒരു കൊല്ലം ആയി കാണുമായിരിക്കും. അപ്പോൾ വീട്ടിൽ നിന്ന് എൻ്റെ പെങ്ങൾ വിളിച്ച് അമ്മയുടെ നില പരുവക്കേടാണെന്ന് പറഞ്ഞു. കാര്യം ഞാനേ ഉള്ളു ഇതൊക്കെ കേൾക്കാൻ. അതുകൊണ്ട് എന്നോട് പറഞ്ഞ് അമ്മയുടെ നില പരുവക്കേടാണെന്ന് പറഞ്ഞു. അപ്പോൾ എന്താണെന്ന് അവൾ പറയണില്ല. അപ്പം ഞാൻ ദേഷ്യപ്പെടുന്ന കാര്യം പറയണി എന്താണെന്ന് പറ, അമ്മയല്ലേ എൻ്റെ. നമ്മുടെ എപ്പോൾ പറയാം, അമ്മക്ക് ഗർഭപാത്രം ഇറങ്ങി വരികയാണെന്ന്. അപ്പം ഗർഭപാത്രം ഇറങ്ങി വരണപ്പോൾ അത് നിസ്സാര കാര്യമില്ല. അപ്പോൾ ഞാനവിടെ റഷ് ചെയ്ത് വീട്ടിൽ ചെന്ന് ഞാൻ അമ്മയോട് പറഞ്ഞു, അമ്മ ഒരു പ്രശ്നമില്ല, നമുക്കിത് ആശുപത്രി പോയി എല്ലാം ശരിയാക്കാമെന്ന് പറഞ്ഞ്. പക്ഷേ എല്ലാം ശരിയാക്കാന്ന് പറയുമ്പോൾ എൻ്റെ കാശില്ല. അതാണ് എൻ്റെ വിഷയം. കാര്യം ഇതൊക്കെ തിരിച്ചു കൊണ്ടുവരണമെങ്കിൽ നല്ല പൈസ വേണം, കുറേ പഥ്യങ്ങൾ വേണം, 90 ദിവസത്തെ വരെ പഥ്യമൊക്കെ വേണം, ശ്രദ്ധ വേണം. എൻ്റെ കാശില്ലേന്ന് ചോദിച്ചാൽ കാശുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ പിതാവ് എനിക്ക് വണ്ടി വാങ്ങിക്കാൻ കാശ് തന്നായിരുന്നു, ഈ പഴയ ചെറിയ സ്കൂട്ടർ മേടിക്കാൻ വേണ്ടി രൂപത്തിൽ നിന്ന്. ഞാൻ പിതാവിനോട് ചോദിച്ചിട്ട് അന്നാണ്. എന്താ വെച്ചാൽ എനിക്ക് 3 പള്ളി ഉണ്ടായിരുന്നു അന്ന്. അപ്പോൾ ഓരോ പള്ളിയും 10 കിലോമീറ്റർ 8 കിലോമീറ്ററൊക്കെ അകലെയായിരുന്നു. ഇപ്പോൾ ഇടവക പള്ളിയിൽ നിന്ന് ഞാനൊക്കെ പള്ളിയിൽ പോകണം. ഇപ്പം ഞാനൊരു BSS സൈക്കിളിനാണ് പോയിക്കൊണ്ടിരുന്നത്. അപ്പോൾ BSS സൈക്കിളിന് ഓടി ഒരു പള്ളിയിൽ നിന്ന് ഞായറാഴ്ചക്ക് കഴിഞ്ഞാൽ അടുത്ത പള്ളിയിൽ ചെല്ലുമ്പോൾ പിന്നെ തിരിച്ചു വന്ന് പിന്നെ 3 മണിക്ക് കാറ്റഗിസത്തിന് വേറെ പള്ളിയിൽ പോയി വരുമ്പോൾ വയറ് അലസര പിടിക്കും. 2 മണിക്ക് 2:30 വന്ന് ഊണ് കഴിക്കണത് അപ്പോൾ വേർത്തൊലിച്ച് വരും. അപ്പോൾ എനിക്ക് തോന്നി ഒരു വണ്ടി കിട്ടിയാൽ കൊള്ളാമായിരുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പിതാവ് വണ്ടി വേണ്ട. അപ്പം അന്ന് രൂപത്തിൽ അങ്ങനെ വണ്ടി വാങ്ങിച്ചു കൊടുക്കുന്ന സിസ്റ്റമൊന്നുമില്ല. പിതാവിനോട് പറഞ്ഞ് ഞാൻ കുർബാന തരാം നിങ്ങൾക്ക്, പിന്നെ ഒരു 10 രൂപയും തരാം, നിങ്ങൾ ബാക്കിയുള്ളത് കുർബാനയിൽ അഡ്ജസ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞു. പക്ഷേ അത് നഷ്ടമാണ് ശരിക്കും. എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കന്ന് പൈസ ഇല്ലാത്തതുകൊണ്ട് ഈ കുർബാന ചൊല്ലിയിട്ട് അതിൻ്റെ ഒരു ദക്ഷിണ കൊണ്ടാണല്ലോ നമ്മൾ ജീവിക്കണത്. അപ്പോൾ ഒരു കഷ്ട ജീവിതമാണ്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് എന്നാലും കുർബാന അത് കുർബാന മേടിച്ച് 10 പൂർവ്വം ചൊല്ലി അതിൽ നിന്ന് അധികം കിട്ടുന്നില്ല. 6000 രൂപയാണ് കിട്ടിയത്. അപ്പോൾ ഈ 16,000 രൂപയ്ക്ക് ഒരു വണ്ടി വാങ്ങിച്ചു. അപ്പോൾ വണ്ടി വാങ്ങിച്ചില്ല, അതാണ് രസം. അതിൻ്റെ അടുത്ത് കുരിശോനുണ്ട്. ഞാൻ 16,000 രൂപ കൈ ഒപ്പിച്ച് കഴിഞ്ഞപ്പോൾ ആണ് ഈ അമ്മയ്ക്ക് അസുഖം വന്നത്. അപ്പോൾ അസുഖം വന്ന് അമ്മയും കൊണ്ട് ഞാൻ അവിടെ ആശുപത്രിയിൽ പോയി, ഗവൺമെൻറ് ആശുപത്രിയിൽ പോയി. പിന്നെ പെങ്ങൾ അവിടെ നിർത്തി. ഞാൻ വന്നും പോയി നിന്ന് അമ്മയുടെ ഓപ്പറേഷൻ കഴിഞ്ഞ് അമ്മയെ തിരിച്ചു കൊണ്ടുവന്ന്. അപ്പോൾ അമ്മയുടെ ഓപ്പറേഷൻ അമ്മ ഹാപ്പിയായി, അത്രയും നമുക്ക് സന്തോഷമായി. ആ കാശെല്ലാം തീർന്നു. കാശ് തീർന്നു വെച്ച് കഴിഞ്ഞാൽ കാശ് തിന്നപ്പോൾ ഞാൻ വന്നിട്ട് അന്ന് നമുക്കിതുപോലെ എൻ്റെ കപ്പേരിനോട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം കപ്പേരനോട് ഞാൻ പറഞ്ഞ് അമ്മയ്ക്ക് ഓപ്പറേഷനാണ്, കാശ് തീരാനായെന്ന് പറഞ്ഞു. അപ്പോൾ കപ്പേരിന് കാര്യം മനസ്സിലായി. കപ്പേരെന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് അവിടെ അദ്ദേഹം മരിച്ചുപോയി, ജോസഫ് ചൊങ്ങന്തറ ജോസഫ്. അപ്പോൾ അദ്ദേഹത്തെ പറഞ്ഞപ്പോൾ അദ്ദേഹം ഞാനോട് ഭയങ്കര ആത്മബന്ധമാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു ഇതാണ് സംഭവം എന്ന് പറഞ്ഞു. അപ്പം ലേസായിക്ക് അച്ഛന് ഇഷ്ടമാണ്, അച്ഛനത് ജസ്റ്റ് ഒന്ന് സൂചിപ്പിച്ചാൽ മതി, അവൾ കൈകാര്യം ചെയ്യുമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ലെസ ചേച്ചി ഇയാളുടെ ഭാര്യ, ഞാൻ ലെസ ചേച്ചി ഹോസ്പിറ്റലാണ് അറിയാമല്ലോ അല്ലേ. അപ്പോൾ ലെസ ചേച്ചി ഒരു മാല ഊരി ഇങ്ങോട്ട് തന്നിട്ടും പറഞ്ഞു അച്ഛൻ ഇത് കൊണ്ടുപോയി എന്നാഴ്ച ചെയ്തെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് കടമില്ലാതെ വേറെ ആൾക്കാരുടെ കയ്യിൽ നിന്ന് കിട്ടാതെ എൻ്റെ കാര്യങ്ങൾ നടന്നു കിട്ടി. ഞാൻ അമ്മയെ ആശുപത്രിയിൽ നിന്ന് കൊണ്ടുവന്ന് പിന്നെ ഇവിടെ. പക്ഷേ എന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ
അതിൽ പിതാവിന് ബിഷപ്പ് അന്നത്തെ ബിഷപ്പിന് ഇതൊന്നും അറിയപ്പെട്ടില്ല. ഞാൻ അമ്മയെ ആശുപത്രി കൊണ്ടുവന്ന് സന്തോഷത്തിന് ഇരിക്കുക. അമ്മ ഇനി ഭക്ഷണമൊക്കെ കഴിച്ച് ഉറങ്ങി അമ്മ സന്തോഷമായിരിക്കുമല്ല, വലിയ എന്തോ ആശ്വാസമല്ലേ. പക്ഷേ പെട്ടെന്ന് പിതാവ് 2 ദിവസം കഴിയുമ്പോൾ എന്നെ വിളിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ അപ്പോൾ ഇവിടുന്ന് എന്നെ ഇടവകയിൽ നിന്ന് കുറച്ചുപേർ സഹായിച്ചായിരുന്നു. എന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ എല്ലാ സഹായങ്ങളും ഉണ്ടാവേ ഇടവകയ്ക്ക് ഇരിക്കുമ്പോൾ. ഇങ്ങനൊരു വണ്ടി പിടിക്കാൻ കൊടുത്ത കാശിന് വീട്ടിൽ കൊണ്ടേ കൊടുത്തെന്ന് പറഞ്ഞുകൊണ്ട് ഭയങ്കര ആക്ഷേപം. ഇടവകയിൽ നിന്ന് ആരോഗ്യ രഹസ്യത്തിന് ബിഷപ്പ് ഹൗസ് വിളിച്ച് പറഞ്ഞതാണ്. ഞാൻ പേടിച്ച് ഇങ്ങനെ ബിഷപ്പ് ഹൗസ് ചോദിച്ചു പറഞ്ഞു. അപ്പോൾ അച്ഛൻ വണ്ടി വാങ്ങിച്ചാന്ന് ചോദിച്ചു. വണ്ടി വാങ്ങിച്ചത് ഞാൻ പറഞ്ഞു പിതാവേ ഇങ്ങനൊരു സംഭവം ഉണ്ടായി. അപ്പോൾ ആൾക്കാർ അങ്ങനെയൊന്നും അല്ലല്ലോ പറഞ്ഞു, അച്ഛൻ വീട്ടിൻ്റെ കാശ് മുടക്കി എന്നല്ല പറയണമെന്ന് എൻ്റെ അടുത്ത് പിതാവ് ക്ഷോഭിച്ചു. ഞാൻ ക്ഷോഭിച്ചില്ല. കാര്യം പിതാവ് ക്ഷോഭിക്കേണ്ടതാണ് ശരിക്കും. അത് കാരണം ക്ഷോഭിക്കാനുള്ള വകുപ്പ് അതിനകത്തുണ്ട്. പക്ഷേ ഇതാണ് എൻ്റെ അവസ്ഥ. പക്ഷെ എന്നാലും ഈ ലിസച്ച് തന്ന കാശും എല്ലാം കൂടി എടുത്തിട്ട് കുറച്ച് കടമൊക്കെ വാങ്ങിച്ചിട്ട് 16,000 രൂപ ഒപ്പിച്ച് ഞാനൊരു വണ്ടി വാങ്ങിച്ചു. വണ്ടി വാങ്ങിച്ചെന്ന് പറയുമ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ പഴയ ഇപ്പോൾ കേട്ടച്ചിരി ഒരു M80 ആണ്. ആ വണ്ടിയാണ് പിന്നീട് മീൻ ലോഡ് വണ്ടിയായിട്ട് കേരളം മുഴുവനും കറങ്ങിയത്. പിന്നീട് ഞാൻ മേടിക്കുമ്പോൾ അത് വണ്ടിക്ക് മീൻ വണ്ടിയൊന്നും അല്ലായിരുന്നു, നല്ല വണ്ടിയായിരുന്നു. 86-ലാണ് വണ്ടി ഇറങ്ങണത്. നല്ലവണ്ണം പുള്ളിങ്ങൊക്കെ ഉള്ള വണ്ടിയായിരുന്നു. പക്ഷേ വണ്ടി വാങ്ങിച്ച് ഞാൻ വണ്ടി ഒന്ന് ഓടിച്ചൊക്കെ നോക്കണ സമയത്ത് പിന്നെയും ബിഷപ്പ് വിളിച്ചു. എന്താ പറയണത്, നിങ്ങൾക്ക് ട്രാൻസ്ഫറാണ്, ആ വണ്ടി അവിടെ വെച്ചിട്ട് ട്രാൻസ്ഫർ കിട്ടുന്ന പള്ളിക്ക് പോകുമ്പോൾ ആ വണ്ടി പള്ളിക്ക് വേണ്ടിയാണ് വാങ്ങിച്ചിരിക്കണമെന്ന് പറഞ്ഞു. പള്ളിക്ക് വേണ്ടി, അല്ല അച്ഛന് സ്വന്തമായിട്ട് വാങ്ങിച്ചിരിക്കണമല്ലെന്ന് പറഞ്ഞു. ഇതിൻ്റെ അകത്തൊരു പ്രശ്നമുണ്ട്. എന്താ പ്രശ്നം? ഇതിൻ്റെ അകത്ത് കുർബാന ഉണ്ട് ഇല്ലേ? അപ്പോൾ എനിക്ക് വേണ്ടി ന്യായമായിട്ടും പറയാം, പിതാവ് ഈ വണ്ടി കൊടുക്കത്തില്ല. കാരണം എന്താണ്, ഇതിൽ ഞാൻ കുർബാന ചൊല്ലിയ എൻ്റെ സ്വകാര്യമായ സമ്പത്തിൻ്റെ അത് ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ പകുതിയോളം 10 രൂപ പിതാവ് ഒന്നാണ്. പിതാവിന് വേണമെങ്കിൽ ആ 10 രൂപ എങ്ങനെയും ഞാൻ സംഘടിപ്പിച്ച് തരാം. അന്ന് സംഘടിപ്പിക്കാൻ പാടാണ്. അങ്ങനെ പറഞ്ഞാൽ മതിയായിരുന്നു എനിക്ക്. പക്ഷേ ഒരക്ഷരം ഞാൻ മിണ്ടിയില്ല, അവിടെ കണക്ക് പറഞ്ഞില്ല എനിക്ക്. അതായത് ഞാൻ പിതാവിന് താക്കോൽ കൊടുത്തു. താക്കോലിൻ്റെ വന്നച്ഛന്, ഏത് അച്ഛനാണ് വന്നത് ആ അച്ഛന് താക്കോൽ കൈമാറുമ്പോഴും ഞാൻ ഈ ചരിത്രമൊന്നും അവരോട് പറയത്തില്ല. ബിഷപ്പിനോടും ആ ചരിത്രം പറഞ്ഞില്ല. ബിഷപ്പിനോട് പറയുമ്പോൾ ബിഷപ്പ് ഓർക്കും, അയ്യോ ശരിയാണല്ലോ അച്ഛന് ഞാൻ കുർബാന കൊടുത്തല്ലേ, അച്ഛൻ്റെ പൈസ ആണല്ലോ പകുതിയുള്ളതെന്ന് പിതാവിന് വേണമെങ്കിൽ. പക്ഷേ അത് ഞാൻ പിതാവിനോട് പറഞ്ഞില്ല. പിതാവ് വൺസ് ഇങ്ങനെ പറഞ്ഞ സ്ഥിതിക്ക് ഞാൻ ആ താക്കോൽ കൈയേൽപ്പിച്ചു കൊടുത്തു. അപ്പോൾ എന്താ വിഷയം, എനിക്ക് തോന്നുന്നത് ഇവിടം തൊട്ടാണ് കർത്താവ് എന്നെ നോട്ടപ്പുള്ളിയാക്കിയത്. ഇന്ന് നമ്മൾ കാണുന്ന കൃപാസനത്തോട് വരണത് ഇത് എന്താണെന്ന് വെച്ചാൽ, ഇത് ദൈവം നമ്മുടെ കൈക്ക് പിടിക്കും. ഞാൻ നിന്നെ കൈക്ക് പിടിച്ച് നടത്തുമെന്ന് പറഞ്ഞില്ലേ, ആ ദൈവം നിന്നെ കൈക്ക് പിടിക്കുമ്പോൾ ദൈവത്തിന് പിടിക്കാൻ പറ്റിയ കൈയായിരിക്കണം. കർത്താവിന് അന്ന് മുതൽ എന്നെ നോട്ടപ്പുള്ളിയാക്കി. കാര്യം എല്ലാ ന്യായവും നീതിയും എല്ലാം വെച്ചുകൊണ്ട് ഞാൻ എൻ്റെ അമ്മയെ നോക്കി സംരക്ഷിച്ചു, ഞാൻ ഈ ഇടവകയെ സംരക്ഷിച്ചു, പിതാവിൻ്റെ വാക്ക് കേട്ട് ഞാൻ താക്കോൽ കൊടുത്തു. അപ്പോൾ ഇതെന്താ സംഭവം, അന്ന് മുതൽ നമ്മുടെ കയ്യെ പിടിക്കാൻ ദൈവത്തിന് തോന്നും. അന്ന് മുതൽ നയിക്കണതാണ്, അന്ന് മുതൽ കൈ പിടിച്ച് നടത്തുന്നതാണ്. പക്ഷേ ഇത് എവിടിൻ്റെ എന്ത് സംഭവിച്ചു കഴിഞ്ഞാൽ, പരിശുദ്ധാത്മാവിന് ഇതിൻ്റെ അകത്തൊരു പ്രശ്നമുണ്ട്. പരിശുദ്ധാത്മാവിനെ കിട്ടിയാൽ പരിശുദ്ധാത്മാവ് ഇങ്ങനെയുള്ള സമയത്തൊക്കെ എന്താണ് ചെയ്യേണ്ടതെന്ന് നമുക്ക് പറഞ്ഞു തരും. അല്ല പരിശുദ്ധാത്മാവ് ഇടിച്ചല് വേണ്ടിയിട്ട് കസ്തക്ക മസ്തക്ക എന്ന് പറഞ്ഞ് വിറസൊലി താഴെ വീണമെന്ന് പറയാം, അത് അഭ്യാസമാണ്. അതല്ല, യഥാർത്ഥ ക്രിസ്തു ചൈതന്യത്തിൽ ജീവിക്കാൻ പരിശുദ്ധാത്മാവ് നമുക്ക് സഹായകനാണ്. ഞാൻ ഇങ്ങനെ ഒരു കൃപയുടെ വഴികളിലേക്കാണ് പോകണമെന്ന് എനിക്കറിയത്തില്ലായിരുന്നു. പക്ഷെ പരിശുദ്ധാത്മാവ് ഞാൻ അറിയാതെ തന്നെ എന്നെ കൊണ്ടുപോകുമെന്നാണ് ഞാൻ ഇന്ന് ധരിക്കുന്നത്. ഇന്ന് ഞാൻ ധരിക്കേണ്ടത് വേറെ കൂടി കാര്യം കൊണ്ട്. എന്താണ്, അമ്മ എല്ലാം ഹൃദയത്തിൽ സംഗ്രഹിച്ചു. അതേക്കുറിച്ച് ധ്യാനിച്ചൊരു മരിയൻ ആധ്യാത്മികതയില്ലേ, അതിൻ്റെയൊക്കെ ആധാരങ്ങളും അടിസ്ഥാന ശിലകളും പാകണത് ഈ കാലത്താണ്. നിങ്ങൾ ഓർത്തേക്കണം ഒരു കാര്യം, നമുക്ക് നഷ്ടം വന്നാലും നമുക്ക് അനീതിയായിട്ട് തോന്നിയാലും നിങ്ങൾ ദൈവത്തിന് കൂട്ടി ചിന്തിക്കുമ്പോൾ എല്ലാം നീതിയായിക്കൊള്ളും. ദൈവത്തിലാണ് നമ്മൾ സന്തോഷിക്കുന്നത്, പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ. എൻ്റെ പേര് സുജിഷ വിനീഷ്. ഇതെൻ്റെ ഹസ്ബൻഡ്
മോള് വൈഗ, മോൻ വികാസ്. ഞങ്ങൾ വരുന്നത് കണ്ണൂർ ജില്ലയിലെ ചെറുപുഴയ്ക്കടുത്ത് താബോർ എന്ന സ്ഥലത്ത് നിന്നാണ്. ഇന്ന് ഈ കാണുന്ന സന്തോഷത്തോടെ സമാധാനത്തോടു കൂടി ഈ അൾത്താരയിൽ കയറി നിൽക്കുവാനുള്ള ഭാഗ്യം തന്ന പരിശുദ്ധ അമ്മയ്ക്കും തിരുകുമാരനും ഞാൻ നന്ദി പറയുന്നു. മനുഷ്യരുടെ മുമ്പിൽ എന്നെ ഏറ്റുപറയുന്നവനെ എൻ്റെ സ്വർഗസ്ഥനായ പിതാവിൻ്റെ മുമ്പിൽ ഞാനും ഏറ്റുപറയും. ഇന്ന് ഈ അൾത്താരയിലൂടെ ഞാൻ ലോകത്തിലെ ലക്ഷം ജനങ്ങളോട് എൻ്റെ തിരുകുമാരനെ പറ്റി ഏറ്റുപറയുകയാണ്. നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ് എന്ന അനുഗ്രഹത്തിലൂടെ എനിക്ക് ലഭിച്ച സാക്ഷ്യങ്ങൾ ഞാനിവിടെ പറയുകയാണ്. എനിക്ക് ഒരു തയ്യൽ കടയായിരുന്നു. ഞാനവിടെ തയ്ച്ചുകൊണ്ടിരിക്കുമ്പോൾ അധികവും ക്രൈസ്തവരായ ആൾക്കാരാണ് അവിടെ വന്നിരുന്നത്. അവർ അധികവും മാതാവിനെ പറ്റിയും ഈശോയെ പറ്റിയും എന്നോട് പറയുമായിരുന്നു. അങ്ങനെ എൻ്റെ സുഹൃത്തായ ഒരു ബിൻസി ചേച്ചി അവിടെ വരികയും കൃപാസന മാതാവിനെ പറ്റി എന്നോട് പറയുകയും ചെയ്തു. 40 ലക്ഷത്തോളം രൂപയുടെ കടബാധ്യതകളുമായി മുന്നോട്ട് പോകുന്ന അവസരത്തിലാണ് ചേച്ചി എന്നോടിങ്ങനെ പറയുന്നത്, മാതാവിൻ്റെ അടുത്ത് പോയി പ്രാർത്ഥിക്കുക, നിങ്ങളുടെ എല്ലാ വിഷമങ്ങളും മാറുമെന്ന്. ചേച്ചി എനിക്കൊരു കാശ് രൂപവും പത്രവും തന്നു. ആ കാശ് രൂപം മുറുകെ പിടിച്ച് ഞങ്ങൾ കുടുംബസമേതം പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഓരോ ദിവസങ്ങൾ കടന്നു ചെല്ലുമ്പോഴും ഞങ്ങളുടെ ജീവിതത്തിലും ജീവിത രീതികളിലുമൊക്കെ മാറ്റങ്ങൾ സംഭവിച്ചു. ഞങ്ങൾക്ക് കൂടുതൽ വിശ്വാസമായി. ഞാനും എൻ്റെ ഭർത്താവും കൂടെ ഈ പുണ്യഭൂമിയിലേക്ക് വരുവാൻ തീരുമാനിച്ചു. പക്ഷേ അതിലൊരു തെറ്റുണ്ടായി ഞങ്ങളുടെ ഭാഗത്തു നിന്ന്. ഞങ്ങൾ കള്ളത്തരം പറഞ്ഞാണ് വീട്ടിൽ നിന്നും പോകുന്നത്. ഇങ്ങോട്ടേക്കാന്ന് പറഞ്ഞില്ല. അത് ഞാൻ ഈ അമ്മയുടെ മുമ്പിൽ ഇപ്പം ഞാൻ ഏറ്റു പറയുകയാണ്. ഇവിടെ വന്നു ഞങ്ങൾ ഒരുപാട് പ്രാർത്ഥിച്ചു. ഭർത്താവ് ഉടമ്പടി എടുത്തു. അപ്പോൾ ഞാൻ ഉടമ്പടി എടുത്തില്ല. ഞങ്ങളുടെ കടഭാരം കൂടി വന്നതുകൊണ്ട് ഞങ്ങളുടെ സ്ഥലം വിൽക്കുവാൻ തീരുമാനിച്ചു. അങ്ങനെയാണ് ഞങ്ങൾ ഉടമ്പടി എടുത്തത്. അച്ഛനെ കണ്ടു പ്രാർത്ഥിച്ചു. അച്ഛൻ കാശുരൂപം തന്നു. ഞങ്ങൾ ആ കാശുരൂപം സ്ഥലത്ത് കുഴിച്ചിട്ട് പ്രാർത്ഥിച്ചു. പക്ഷേ സ്ഥലം വിൽപ്പന നടന്നില്ല. ഭർത്താവ് ഉടമ്പടി എടുത്തിട്ടും നടന്നില്ല. അത് കഴിഞ്ഞ ശേഷം ഞാൻ വന്ന് ഉടമ്പടി എടുത്തു. ഞാനും പ്രാർത്ഥിച്ചു. അച്ഛനെ കണ്ടു. അച്ഛൻ വീണ്ടും കാശുരൂപം തന്നു. ഞങ്ങൾ അതവിടെ കൊണ്ട് കുഴിച്ചിട്ട് പ്രാർത്ഥിച്ചു. അവിടെയും പരാജയമാണ് സംഭവിച്ചത്. കടഭാരം വീണ്ടും വീണ്ടും കൂടി. ജീവിതത്തിൽ എന്ത് ചെയ്യണമെന്നറിയാതെ നിൽക്കുന്ന ഒരവസരത്തിലാണ് എനിക്ക് ഇസ്രയേലിലേക്ക് കയറി പോകാനായിട്ട് ഒരു ചാൻസ് ലഭിക്കുന്നത്. ഒരു പുതിയ വാതിൽ പരിശുദ്ധമ്മ ഞങ്ങൾക്ക് വേണ്ടി തുറക്കുകയായിരുന്നു അവിടെ. പക്ഷേ ഈ 40 ലക്ഷം കടത്തിൽ നിൽക്കുന്ന ഞങ്ങൾ എങ്ങനെ ഏജൻറ്റിന് 16 ലക്ഷത്തോളം രൂപ കൊടുത്ത് കയറിപ്പോകും? അതായിരുന്നു വീട്ടിലെ ചോദ്യം. പക്ഷെ ഞാൻ എൻ്റെ തീരുമാനത്തിൽ നിന്ന് മാറിയില്ല. ഞാൻ പറഞ്ഞു എനിക്ക് എന്തായാലും പോകണം. ഹസ്ബൻഡ് സമ്മതിച്ചില്ല. ഞാൻ കാശുരൂപം മുറുകെ പിടിച്ച് ഞാൻ പ്രാർത്ഥിച്ചു. ഒരു ദിവസം രാവിലെ എന്നോട് ഇങ്ങോട്ട് പറഞ്ഞു, നമുക്ക് എന്നാൽ ആ പ്രൊസീജിയർ തുടരാം, നീ പൊക്കോളാൻ പറഞ്ഞു. അപ്പോൾ അങ്ങനെ പേപ്പർ വർക്കുകൾ സ്റ്റാർട്ട് ചെയ്തു. ആധാർ മുതൽ ഡേറ്റ് ഓഫ് ബർത്ത് വരെ ഉള്ള എല്ലാ പേപ്പറുകളിലും ഇൻകറക്ഷനായിരുന്നു ഉണ്ടായിരുന്നത്. അവിടെയും സമയച്ചുരുക്കത്തിൻ്റെ അമ്മ അതെനിക്ക് ശരിയാക്കി വെറും 1 മാസം കൊണ്ട് എൻ്റെ പേപ്പർ വർക്കുകളെല്ലാം ശരിയാക്കി തന്നു. അതിനുശേഷം അടുത്തത് പോകാനുള്ള പണമായിരുന്നു. 16 ലക്ഷം രൂപ എവിടുന്ന് എങ്ങനെ കണ്ടെത്തും? ഞങ്ങളൊരു ചിട്ടിക്ക് ചേർന്നു. ചിട്ടി ഞങ്ങൾക്ക് ആദ്യമേ തന്നെ അമ്മയുടെ കൃപയാൽ വിളിക്കുവാൻ സാധിച്ചു. പക്ഷേ ചിട്ടി വിളിച്ചപ്പോഴും അവിടെയും പ്രതിസന്ധികൾ. ചിട്ടിക്ക് ഈട് നൽകേണ്ടതുണ്ടായിരുന്നു. ഞങ്ങളുടെ സ്ഥലമെല്ലാം ജപ്തിയിൽ കിടക്കുന്ന സ്ഥലമൊന്നും ഈട് കൊടുക്കാൻ പറ്റാതെ വിഷമിച്ചിരിക്കുന്നു. ഒരുപാട് ആൾക്കാരുകൾ ഞങ്ങളെ സഹായിക്കാനുണ്ടായിരുന്നു. പക്ഷേ കുടുംബക്കാരോ സുഹൃത്തുക്കളോ ഒന്നും ഞങ്ങളെ ആ സമയത്ത് സഹായിക്കുവാൻ മുന്നോട്ട് വന്നില്ല. പക്ഷേ എനിക്കിവിടെ അത് പറയാതിരിക്കാൻ മേല. ഞങ്ങളെ സഹായിച്ച ഒരു കുടുംബം, എൻ്റെ അച്ഛൻ പണിയെടുക്കുന്ന ആ വീട്ടിലെ അവർ പരിശുദ്ധ അമ്മയുടെ തീരുമാനപ്രകാരമാണ് അവരിങ്ങോട്ട് പറഞ്ഞു, ഞങ്ങളുടെ ആധാരം നിങ്ങൾക്ക് തരാം, നിങ്ങളത് കൊണ്ടുവച്ച് വേണ്ടുന്ന പേപ്പർ വർക്കുകളൊക്കെ ചെയ്തു കൊള്ളാൻ ഞങ്ങളോട് ഇങ്ങോട്ട് പറഞ്ഞു. അത് അമ്മ മാതാവാണ് അവരെ കൊണ്ട് പറയിപ്പിച്ചതെന്ന് ഞങ്ങൾക്ക് പൂർണ്ണമായും ബോധ്യമുണ്ട്. അങ്ങനെ അവരുടെ ആധാരം തന്നു. ഞങ്ങൾ ചിട്ടിയുടെ ഇടപാടുകളൊക്കെ ക്ലിയറായി ചെയ്തു. പണത്തിൻ്റെ കാര്യവും ഓക്കെ ആയി. പിന്നീടുള്ള കടമ്പ എന്ന് പറഞ്ഞാൽ ബോംബെയിലെ ഇൻ്റർവ്യൂ ആണ്.
എല്ലാവർക്കും തന്നെ അറിയാം, ബോംബെയിലെ ഇൻ്റർവ്യൂ എന്ന് പറഞ്ഞാൽ ഒരു ഭയങ്കരമായ ഒരു സ്റ്റേജാണത്. അത് കടക്കുക എന്നുള്ളത് ഒരു സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം അതൊരു കുറച്ച് ടഫാണ്. ഞാൻ ആവറേജിലും താഴെയാണ് എൻ്റെ ഗ്രാഫ് ഉള്ളത്. ഞാൻ എങ്ങനെ ഇംഗ്ലീഷിൽ സംസാരിച്ച് എങ്ങനെ ആ ഇൻ്റർവ്യൂ പാസ്സാകും എന്നുള്ള നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. ആ സമയത്തൊക്കെ ഭർത്താവ് എന്നോട് പറഞ്ഞു, നീ ഉടമ്പടിയിലാണ്, പരിശുദ്ധ അമ്മ സഞ്ചാരി മാതാവ് നിൻ്റെ കൂടെ വരും, നീ വിഷമിക്കേണ്ട കാര്യമില്ല, നീ പാസ്സാകുമെന്ന് പറഞ്ഞ് എനിക്ക് ധൈര്യം തന്നു. അങ്ങനെ ഞങ്ങൾ ഇൻ്റർവ്യൂവിന് പോകുന്നതിന് മുന്നേ ഞാൻ ഒരു ദിവസം ഉച്ചയ്ക്ക് ക്ലാസ് കട്ട് ചെയ്ത് ഞാൻ റൂമിൽ വന്ന് നിന്ന് കരഞ്ഞു. എനിക്ക് എന്തുകൊണ്ടാണ് ഇത്രയും ലാഗ് വരുന്നത്, എന്താണ് എനിക്ക് കയറിപ്പോകാൻ പറ്റില്ലേ, ഞങ്ങളെ എന്താണ് ഇങ്ങനെ ഇതാക്കുന്നതെന്ന് ഓർത്ത് ഞാൻ ഇങ്ങനെ കരഞ്ഞു ഒരുപാട്. അന്ന് രാത്രിയിൽ പരിശുദ്ധ അമ്മയുടെ സുഗന്ധാഭിഷേകം എനിക്ക് എൻ്റെ റൂമിലുണ്ടായി. അമ്മ അവിടെ ഒരു ഓർമ്മപ്പെടുത്തലാണ് തന്നതെന്ന് ഞാൻ വിചാരിക്കുന്നു. ഞാൻ നിന്നെ കൈവിട്ടിട്ടില്ല, ഞാൻ നിൻ്റെ കൂടെ ഉണ്ട് എന്നൊരു ഓർമ്മപ്പെടുത്തൽ. അത് ശരി തന്നെയായിരുന്നു. പിറ്റേ ദിവസം എനിക്ക് എൻ്റെ ഇൻ്റർവ്യൂവിൻ്റെ ഡേറ്റ് കിട്ടി. ഇൻ്റർവ്യൂവിന് പോയി. എനിക്കറിയില്ല അവരെന്താണ് എന്നോട് ചോദിച്ചത്, ഞാൻ എന്താണ് അവിടെ പറഞ്ഞത്. ഞാനല്ല അവിടെ സംസാരിച്ചത്, പരിശുദ്ധ അമ്മയാണ് എൻ്റെ നാവിലൂടെ അന്ന് സംസാരിച്ചത്. അവരെന്നോട് പറഞ്ഞു കുഴപ്പമൊന്നുമില്ല, ഇൻ്റർവ്യൂ ഓക്കെ ആണ് എന്ന് അവർ പറഞ്ഞു. സാധാരണ അവിടെ ഇൻ്റർവ്യൂ കഴിഞ്ഞ് പാസ്പോർട്ട് റിലീസാവണമെങ്കിൽ 2, 3, 4 ദിവസങ്ങളൊക്കെ എടുക്കും. എനിക്ക് പിറ്റേ ദിവസം തന്നെ എൻ്റെ പാസ്പോർട്ട് റിലീസായി. ആ ശനിയാഴ്ച തന്നെ എനിക്ക് ടിക്കറ്റും എടുത്തു. ഇസ്രായേലിലേക്ക് കയറി പോകാനും സാധിച്ചു. ഉടമ്പടി നേർച്ച വസ്തുക്കൾ ഉപയോഗിച്ചായിരുന്നു ഞാൻ ഇൻ്റർവ്യൂവിന് പോയത്. കാശ് രൂപം കയ്യിലുണ്ടായിരുന്നു, ഉപ്പ് പാൻറ്റിൻ്റെ കീശയിലുണ്ടായിരുന്നു, ഉടമ്പടി തൈലം ഞാൻ ഉപയോഗിച്ച് കുരിശ് വരച്ച്, അങ്ങനെ പരിശുദ്ധ അമ്മയുടെ എല്ലാ ഉടമ്പടി നേർച്ച വസ്തുക്കളുമായിട്ടാണ് അമ്മേനെ കൂട്ടുപിടിച്ചാണ് ഞാൻ പോയത്. അതുകൊണ്ട് മാത്രമാണ് എനിക്ക് ആ ഇൻ്റർവ്യൂ പാസ്സാകാൻ സാധിച്ചതെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. അങ്ങനെ ഒന്നുമില്ലായ്മയിൽ നിന്നും ഈ 40 ലക്ഷം രൂപ കടത്തിൽ നിന്നും പരിശുദ്ധമ്മ ഞങ്ങൾക്ക് സ്വപ്നം കാണാൻ പോലും സാധിക്കാത്ത അത്ര ഉയരത്തിൽ, അത്രയും നല്ലൊരു സാലറിയിൽ ഞങ്ങളെ എത്തിച്ച് ഞങ്ങളുടെ കടങ്ങളിൽ ഒരു 3/4 ഭാഗമോളം ഞങ്ങൾക്ക് തീർക്കാൻ സാധിച്ചു. പരിശുദ്ധ അമ്മയും തിരുകുമാരനും ഞങ്ങൾക്ക് വേണ്ടി ചെയ്തു തന്ന ഈ അനുഗ്രഹത്തിന് നന്ദി പറയുകയാണ്. ഇതാണ് എൻ്റെ ഒന്നാമത്തെ സാക്ഷ്യം. രണ്ടാമതായി, ഇസ്രായേലിൽ ചെന്നപ്പം മുതൽ എനിക്കൊരാഗ്രഹമാണ് ജെറുസലേമിൽ ജോലി ചെയ്യുക എന്നുള്ളത്. എല്ലാവർക്കും അറിയാലോ, ജെറുസലേമിലാവുമ്പം പള്ളി, കാൽവരി എല്ലാം അവിടെയാണുള്ളത്. അപ്പോൾ എനിക്കൊരാഗ്രഹം അവിടെ ഒന്ന് ജോലി ചെയ്യണം. അപ്പം ഞങ്ങൾ നിലവിലൊരു എംപ്ലോയറുടെ കീഴിലാണുള്ളത്. ആ എംപ്ലോയർ മരിച്ചാൽ മാത്രമേ എനിക്ക് അവിടുന്ന് ആ ഏരിയയിൽ നിന്ന് മാറിപ്പോകാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ഞാൻ ചെന്ന് ജോലി ചെയ്തുകൊണ്ടിരുന്ന അമ്മച്ചി പ്രായമായ ഒരു അമ്മച്ചിയായിരുന്നു. അപ്പം ഞാൻ എൻ്റെ ഏജൻറ്റിനെ വിളിച്ച് പറഞ്ഞു, എനിക്ക് ഈ അമ്മച്ചീനെ നോക്കാൻ സാധിക്കില്ല, ഇതിച്ചിരി വളരെ ബുദ്ധിമുട്ടായ ഒരു ജോലിയാണ്, എനിക്ക് ഇവിടുന്ന് മാറണം എന്നൊക്കെ ഞാൻ പറഞ്ഞു. അപ്പം ഏജൻറ്റ് എന്നോട് പറഞ്ഞു, നീ അവിടെ തന്നെ നിൽക്ക്, അത് നിനക്ക് സാധിക്കുമെന്ന് പറഞ്ഞു. ഞാൻ പിന്നെ എല്ലാം പരിശുദ്ധമ്മയുടെയും തിരുകുമാരൻ്റെയും കരങ്ങളിൽ സമർപ്പിച്ച് ഞാൻ ആ ജോലിയിൽ തുടർന്നു. എനിക്ക് അവിടെ നിന്ന് ജോലി മാറി ജെറുസലേമിലേക്ക് പോകുവാൻ സാധിക്കുകയും ചെയ്തു. അങ്ങനെ കാൽവരിയിൽ പോയി എല്ലാ ഞായറാഴ്ച പ്രാർത്ഥിക്കുവാനും അവിടെ പള്ളിയിൽ പോകാനും അങ്ങനെ ഉള്ള ഒരുപാട് അനുഗ്രഹങ്ങൾ ഇപ്പോൾ എനിക്ക് കിട്ടുന്നു. അതുമല്ല, എനിക്ക് വേണ്ടി അവിടെ ഒരു ജോലി ജെറുസലേമിൽ ഒരുങ്ങുകയായിരുന്നു. ഞാൻ പോലും അറിയാതെ പരിശുദ്ധമ്മ എനിക്ക് വേണ്ടി അവിടെ ഒരു ജോലി ഒരുക്കുകയായിരുന്നു, നല്ലൊരു ജോലി. ഞാൻ അവിടെ പോയി പള്ളിയിൽ പോയി പ്രാർത്ഥിച്ച് തിരികെ വന്ന് ഞാൻ പോയി കണ്ട ജോലിയിൽ തന്നെ എനിക്ക് കയറാൻ സാധിക്കുകയും ആ ജോലിയിൽ തന്നെ ഇപ്പം ഞാൻ തുടരുകയും ചെയ്യുകയാണ്. നല്ലൊരു ഫാമിലി. ആ ഫാമിലി എപ്പോഴും എന്നോട് പറയും, അവർക്കറിയാം ഞാൻ ഇതുപോലെ അമ്മേനെ പ്രാർത്ഥിക്കുന്നുണ്ടാകും. അവരെന്നോട് പറയും, നിൻ്റെ മരിയ ഭയങ്കര ശക്തിയുള്ള മരിയയാണ്, അതുകൊണ്ടാണ് നിന്നെ ഞങ്ങൾക്ക് തന്നേ, നല്ലൊരു ഭവനത്തിൽ നിനക്ക് വരാൻ സാധിച്ചത്. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അവർ അമ്മ മാതാവിനെ പറ്റി പറയുകയും ചെയ്യും. പിന്നെ എനിക്കൊരു രോഗസൗഖ്യം, എനിക്ക് അവിടെ ഇസ്രായേലായിരുന്ന സമയത്ത് വയറുവേദന വരികയുണ്ടായി. അവിടെ ട്രീറ്റ്മെൻറ്റ് എടുക്കണമെങ്കിൽ വളരെയധികം ബുദ്ധിമുട്ടാണ്. അപ്പോയിൻമെൻറ്റ് കിട്ടണമെങ്കിൽ ചിലപ്പോൾ മാസങ്ങളോളമൊക്കെ നിൽക്കേണ്ട അവസ്ഥകളുണ്ട്. അങ്ങനെ അപ്പോയിൻമെൻറ്റ് കിട്ടിയ സമയത്ത് ഡോക്ടറെ കണ്ടപ്പോൾ വയറുവേദന മൂലം കൂടുതൽ ട്രീറ്റ്മെൻറ്റ് എടുക്കുകയും എൻഡോസ്കോപ്പി ചെയ്യുകയും വേണമെന്ന് ഡോക്ടർ പറയുകയുണ്ടായി. പക്ഷേ എനിക്ക് അതൊക്കെ വളരെയധികം പേടിയായിരുന്നു, എങ്ങനെയാകും ഇതിൻ്റെ കാര്യങ്ങൾ എന്നൊക്കെ ഓർത്തുകൊണ്ട്. അപ്പോൾ അവർ തന്ന മരുന്ന് ഒരു മാസത്തോളം ഞാൻ മരുന്ന് കഴിച്ചു. പിന്നീട് വയറുവേദന കുറയുന്നില്ല. അതിനുശേഷം ഒരു ദിവസം ഞാൻ ആ മരുന്നുകളെല്ലാം ഉപേക്ഷിച്ച് പരിശുദ്ധ അമ്മയുടെ ഉപ്പ് വെള്ളത്തിൽ കലക്കി കുടിക്കുകയും പിന്നീട് എനിക്ക് ആ വയറുവേദന പൂർണ്ണമായും മാറുകയും വേറെ ഒരു ട്രീറ്റ്മെൻറ്റുകൾ എടുക്കേണ്ടതായും വന്നിട്ടില്ല.
അതും പരിശുദ്ധമ്മയും തിരുകുമാരനും എനിക്ക് നേടിത്തന്ന ഒരു രോഗസൗഖ്യമാണ്. പ്രേക്ഷിത പ്രവർത്തനമായി ഞാൻ ചെയ്യുന്നത് പേപ്പർ മേടിച്ച് അവിടെ അധികവും ഹിന്ദുക്കളുടെ ഇടയിലാണ് ഞാൻ കൊടുക്കാറ്. ഈശോയിനെ അറിയാത്തവരെ അറിയിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി അധികവും ഹിന്ദുക്കളുടെ ഇടയിൽ കൊടുക്കും. പിന്നെ കാരുണ്യ പ്രവൃത്തിയായി ചെയ്യുന്നത് ഞങ്ങളുടെ അടുത്തൊരു വൃദ്ധമന്ദിരമുണ്ട്. അവിടെ പോയി അവർക്ക് വേണ്ടുന്നത് ചെയ്തു കൊടുക്കുകയും ഫുഡിനുള്ള പൈസ കൊടുക്കുക, അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യും. പിന്നെ എനിക്ക് കിട്ടുന്ന സാലറിയിൽ നിന്ന് ഒരു വിഹിതം ഞാൻ 2 ഭവനങ്ങളിലേക്ക് എല്ലാ മാസവും സാലറി കിട്ടുന്ന സമയത്ത് തന്നെ നൽകാറുണ്ട്. അങ്ങനെയൊക്കെ എൻ്റെ കാരുണ്യ പ്രവർത്തികൾ. പിന്നെ എല്ലാ ദിവസവും ജപമാല ചൊല്ലി പ്രാർത്ഥിക്കാറുണ്ട്. അത് കഴിഞ്ഞ് ജപമാല പുസ്തകം വാങ്ങി ജപമാല ചൊല്ലും. അച്ഛൻ്റെ ഡെയിലി ബ്രെഡ് കൂടാറുണ്ട്. ഉടമ്പടി ധ്യാനം ഒരാഴ്ച പോലും മുടക്കാതെ എല്ലാ ആഴ്ചകളിലും അതും കാണാറുണ്ട്. സാക്ഷ്യങ്ങൾ കാണാറുണ്ട്. സാക്ഷ്യങ്ങൾ ഷെയർ ചെയ്യാറുണ്ട്. ഉടമ്പടിയിൽ വന്നേ പിന്നെ ഞങ്ങളുടെ കുടുംബത്തിൽ വന്ന മാറ്റം, സമാധാനവും സന്തോഷവും ഒക്കെ നല്ല രീതിയിൽ ഞങ്ങൾക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുന്നു. ഇതിൽ തന്നെ മുന്നോട്ട് പോകാനാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. ഒരു ഹിന്ദുവായ ഞങ്ങളെ ഇന്ന് ഈ അൾത്താരയിൽ ഇത്രയും സന്തോഷത്തോടു കൂടി നിർത്താൻ പരിശുദ്ധ അമ്മയ്ക്കും തിരുകുമാരനും സാധിച്ചെങ്കിൽ ഇനി മുന്നോട്ടും ഞങ്ങൾ ഈ ഉടമ്പടി മനസ്സോടുകൂടി തന്നെ ഉടമ്പടി ജീവിത രീതിയിൽ തന്നെ തുടരുമെന്ന് ഈ അൾത്താരയിൽ നിന്ന് ഞാൻ പ്രഖ്യാപിക്കുകയാണ്. കണ്ണീരോടെയാണ് അവർ വരുന്നത്, എന്നാൽ ഞാൻ അവരെ ആശ്വസിപ്പിച്ച് നയിക്കും. നാം ഓരോരുത്തരും കണ്ണീരോടെ ആവാം ഇവിടെ ഇരിക്കുന്നത്, പക്ഷെങ്കിൽ നമ്മെ ആശ്വസിപ്പിച്ച് നയിക്കുന്ന ഒരു ദൈവമാണ് നമ്മുടെ കൂടെയുള്ളത്. ഞാൻ അവരെ നീരൊഴുക്കുകളിലേക്ക് നയിക്കും. അവരുടെ വഴി സുഗമമായിരിക്കും. അവർക്ക് കാലിടറുകയില്ല. ഒരുപക്ഷെ നമുക്കും കാലിടറുന്ന നിമിഷങ്ങളിലാവാം പരിശുദ്ധ അമ്മയുടെ സന്നിധിയിലായിരിക്കുന്നത്. പക്ഷെങ്കിൽ നമ്മെ നീരൊഴുക്കിലേക്ക് നയിക്കുന്നവർ ദൈവമാണ് നമ്മുടെ കൂടെയുള്ളത്. നമ്മുടെ വഴി സുഗമമാക്കുന്ന ഒരു ദൈവമാണ് ഉടമ്പടി മക്കളുടെ ജീവിതത്തിലുള്ളത്. നമ്മുടെ ജീവിതത്തിലെ വിഷമസന്ധിയിൽ ദൈവത്തിൻ്റെ അടുക്കിൽ വന്ന് നമ്മെ ഉപേക്ഷിക്കാത്ത ആ ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് നമ്മെ ഓരോരുത്തരെയും സമർപ്പിക്കാം. പ്രാർത്ഥനയിൽ കരയുന്നത് ഒരു ദുർബലമല്ല, ഈശോയുടെ അമ്മയുടെ സാന്നിധ്യത്തിൻ്റെ ആഴമറിയാനുള്ള ഒരു വഴിയാണ്. അത് വിശ്വാസത്തിൻ്റെ അടയാളമാണ്. നമ്മെ നേരായ വഴിയിലൂടെ നടക്കാനും ഒരിക്കലും ഇടറാതിരിക്കാനും അനുഗ്രഹിക്കുന്ന ആ ഈശോയുടെ കരങ്ങളിലേക്ക് നമ്മുടെ ജീവിതത്തെ സമർപ്പിക്കാം. നമ്മുടെ ഓരോ കാര്യങ്ങളിലും ഇടപെടുന്ന ആ സംരക്ഷണം നൽകുന്ന ആ അമ്മയുടെ കരങ്ങളിലേക്ക് നമ്മുടെ ജീവിതം സമർപ്പിച്ച് ഉടമ്പടി ജീവിതം കൂടുതൽ തീഷ്ണതയോടെ, കൂടുതൽ ആത്മാർത്ഥതയോടെ, വിശ്വസ്തയോടെ മുന്നോട്ട് നയിക്കുവാൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം. സുജിഷ വിനീഷിനും കുടുംബത്തിനും ലഭിച്ച ഈ വലിയ അനുഗ്രഹങ്ങൾക്ക് നമ്മൾക്ക് കരങ്ങളടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താം.